അഴിമതി വീര കൊള്ളക്കാര പിണറായി നാട് ഭരിച്ചു മുടിക്കുമ്പോൾ നിങ്ങൾക്കെതിരെ പ്രതിഷേധം യുവമോർച്ചയുടെ പ്രതിഷേധം അക്രമമഴിമതി അരാജകത്വം കേരള നാട്ടിൽ പീഡനങ്ങൾ കേരള നാട് ഭരിച്ചു മുടിച്ച് ഭരിക്കുന്ന കൊള്ളക്കാരുടെ രാജാവേ പിണറായി നിങ്ങൾക്കെതിരെ പ്രതിഷേധം യുവമോർച്ചയുടെ പ്രതിഷേധം കൊള്ളക്കാര പിണറായി അക്രമമഴിമതി അരാജകത്വം ഭീകരവാദികൾ വിലസുന്നു പീഡനമൊക്കെ പെരുകുന്നു കേരള നാട് ഭരിച്ചു മുടിക്കും കൊള്ളക്കാരുടെ രാജാവേ കാട്ടുകള്ള പിണറായി നിങ്ങൾക്കെതിരെ പ്രതിഷേധം കേരളത്തിലെ യുവജനത തൊഴിലിനു വേണ്ടി തെണ്ടുമ്പോൾ ദേശയാത്ര നടത്തിക്കൊണ്ട് കേരളത്തിൻ ഖജനാവ് കൊള്ളയടിക്കണ പിണറായി കാട്ടുകള്ള പിണറായി നാണമുണ്ടോ നിങ്ങൾക്ക് കേരളത്തിലെ വൃദ്ധരെ പാവപ്പെട്ട അമ്മമാരെ പെൻഷനു വേണ്ടി തെണ്ടുമ്പോൾ ഭാര്യയും മക്കളുമായി ഉരുന്നുപോയ പിണറായി കൊള്ളക്കാരുടെ നേതാവേ കാട്ടുകള്ള പിണറായി നിങ്ങൾക്കെതിരെ പ്രതിഷേധം യുവമോർച്ചയുടെ നൈറ്റ് മാർച്ച് ആർത്തിരമ്പി വരുന്നുണ്ട് കേരളത്തിന് യുവരോക്ഷോ കാട്ടുകള്ള പിണറായി നാട് ഭരിച്ചു മുടിക്കുന്നേ കേരളത്തിലെ യുവജനത ഇഴഞ്ഞു നടക്കുമ്പോൾ കൊള്ളക്കാരുടെ രാജാവ് ഊരിനുപോയി രസിക്കുന്നേ കെട്ട പിണറായി നാണമുണ്ടോ നിങ്ങൾക്ക് കേരളനാട് ഭരിച്ചിടാൻ അനന്തപുരിയുടെ യുവരോക്ഷോ കേരളത്തിലെ അമ്മമാര് പെൻഷന് വേണ്ടി തെണ്ടുമ്പോൾ ചട്ടി എടുക്കുമ്പോൾ പിണറായി നാണമുണ്ടോ നിങ്ങൾക്ക് നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പൊക്കൂടെ യുവമോർച്ച
കിട്ടാതെ പിച്ചച്ചട്ടിയെടുക്കുമ്പോൾ കൊള്ളയടിച്ചു ഭരിക്കുന്നവനെ കൊള്ളക്കാരുടെ നേതാവേ കാട്ടുകള്ള പിണറായേ നാണമുണ്ടോ നിങ്ങൾക്ക് തിരമ്പി വരുന്നുണ്ട് കേരളത്തിൻ യുവരോക്ഷം യുവമോർച്ച വരുന്നുണ്ട് കൊള്ളക്കാരൻ പിണറായേ കാട്ടുകള്ളൻ പിണറായേ നാട് ഭരിച്ചു മുടിക്കുന്നേ കാട്ടുകള്ള കൊള്ളക്കാര നാണമുണ്ടോ നിങ്ങൾക്ക് കേരളത്തിലെ യുവജനത തൊഴിലിനു വേണ്ടി തെണ്ടുമ്പോൾ കുട്ടിയിഴഞ്ഞു നടക്കുമ്പോൾ കോടികളൊക്കെ ചെലവാക്കേ നടത്തണ കൊലയാളെ കൊലയാളി പിണറായേ നാണമുണ്ടോ നിങ്ങൾക്ക് കേരളത്തിലെ അമ്മമാരെ പെൻഷൻ പോലും കിട്ടാതെ പിച്ചച്ചട്ടിയെടുക്കുമ്പോൾ കോടികൾ ചെലവാക്കി യാത്ര നടത്താൻ നാണമില്ലേ പിണറായേ ഈ പറനാറേ എന്റെ നാടുകൾ എണ്ണപ്പെട്ടു ഇവിടെ തുലയട്ടെ അഴിമതി ഭരണം തുലയട്ടെ ജനാധിപത്യം പുലരട്ടെ കാട്ടുകള്ളൻ പിണറായേ അടിച്ചു ഭരിക്കുന്നേ കള്ള പിണറായേ കാട്ടുകള്ള പിണറായേ നാണമുണ്ടോ നിങ്ങൾക്ക് കേരളത്തിലെ സപ്ലൈകോ സാധനമൊന്നും ഇല്ലാതെ ഊട്ടിയിട്ട കാലത്ത് ഊരിനുപോയ പിണറായേ നാണംകെട്ട പിണറായേ നിങ്ങൾക്കെതിരെ പ്രതിഷേധം യുവമോർച്ചയുടെ പ്രതിഷേധം കേരളത്തെ ഇരുട്ടിലാക്കിയ നാറിയ ഭരണം തുലയട്ടെ കൊള്ളയടിച്ചു ഭരിക്കുന്നേ കട്ടുമുടിച്ചു ഭരിക്കുന്നേ പ്രതിഷേധം യുവമോർച്ചയുടെ പ്രതിഷേധം കൊള്ളക്കാരൻ കമ്മ്യൂണിസ്റ്റുകൾ കേരളനാട് ഭരിച്ചു മുടിച്ച കുറച്ച വർഷങ്ങൾ നിങ്ങൾക്കെതിരെ പ്രതിഷേധം യുവമോർച്ചയുടെ പ്രതിഷേധം പറനാറേ എന്റെ നാളുകൾ എണ്ണപ്പെട്ടു കേരളത്തിലെ യുവജനത തൊഴിലിനു വേണ്ടി തെണ്ടുമ്പോൾ കുട്ടിയിഴഞ്ഞു നടക്കുമ്പോൾ കോടികൾ കൊള്ളയടിച്ച് ഊരിന് പോയ പിണറായേ നിങ്ങൾക്കെതിരെ പ്രതിഷേധം ജയ് യുവമോർച്ച
കോടികൾ ചെലവാക്കി നൂറുപോകും പിണറായി വള്ളന്മാരുടെ നേതാവേ നിങ്ങൾക്കെതിരെ പ്രതിഷേധം ജയ് ജയ് യുവമോർച്ച ജയ് ജയ് യുവമോർച്ച ജയ് ജയ് യുവമോർച്ച ജയ് ജയ് ഭാരത് മാതാ പിണറായി നിങ്ങൾക്കെതിരെ പ്രതിഷേധം യുവമോർച്ചയുടെ തീജ്വാല പാവപ്പെട്ട കേരള ജനത പെൻഷൻ പോലും കിട്ടാതെ ചട്ടിയെടുക്കുമ്പോൾ കൊള്ളയടിച്ചു മരിച്ചു മുടിക്കും പിണറായി നിങ്ങൾക്കെതിരെ തീജ്വാല ജയ് ജയ് യുവമോർച്ച ജയ് ജയ് യുവമോർച്ച ജയ് യുവമോർച്ച ജയ് ജയ് യുവമോർച്ച. ബഹുമാനമുള്ള യുവമോർച്ചയുടെ സമാരാധനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ CR പ്രഭുകൃഷ്ണൻ, യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ BL അജേഷ്, മറ്റ് യുവമോർച്ച നേതാക്കളെ, സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഇന്ന് ഇത്തരത്തിലുള്ള ഒരു സമരപരിപാടി സംഘടിപ്പിച്ച സാഹചര്യത്തെക്കുറിച്ച് നമുക്കറിയാം. തുടർച്ചയായി കഴിഞ്ഞ 8 വർഷക്കാലം കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ, തികച്ചും പരാജയപ്പെട്ട ഒരു സർക്കാർ, ആ സർക്കാരിന്റെ 8ാമത് വാർഷിക ദിനത്തിലാണ് യുവമോർച്ച ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളത്തിലെ യുവജനങ്ങൾ തെരുവിലാണ്. കേരളത്തിലെ PSCയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായിട്ടുള്ളവരെ തൊഴിലിലേക്ക് കയറ്റിവിടുന്നു. കേരളത്തിലെ സമസ്ത മേഖലയിലും പരാജയപ്പെട്ട ഒരു സർക്കാർ. കേരളത്തിൽ പെൻഷൻ ലഭിക്കുന്നില്ല, കേരളത്തിൽ റേഷൻ ലഭിക്കുന്നില്ല, അങ്ങനെ സമ്പൂർണ്ണ മേഖലയിലും സമസ്ത മേഖലയിലും പരാജയപ്പെട്ട ഒരു സർക്കാർ. ആ സർക്കാരിന്റെ 8ാം വാർഷികത്തിലാണ് യുവമോർച്ച ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിലേക്ക് യുവമോർച്ചയുടെ സമാരാധനയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ CR പ്രഭുകൃഷ്ണൻ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. യുവമോർച്ചയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ പ്രിയപ്പെട്ട R സജിത്, യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ BL അജേഷ്, യുവമോർച്ചയുടെ സംസ്ഥാന സമിതി അംഗങ്ങളായിട്ടുള്ള ശ്രീ ശ്രീരാജ് ചന്തു, ശ്രീമതി രുദ്രവീണ, യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ അഭിജിത്ത്, അതുപോലെ തന്നെ ശ്രീ അജി, പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, പിണറായി വിജയൻ സർക്കാരിന്റെ 8ാം വാർഷികമാണ് ഇന്ന് ആഘോഷിക്കുന്നത്. പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ 8 വർഷം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എന്തു നൽകി എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ പുച്ഛിച്ച് ചിരിക്കും. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒന്നും കൊടുക്കാൻ, ആ നാട്ടിലെ ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് അവനാവശ്യമുള്ളതൊന്നും കൊടുക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. പിണറായി ഗവൺമെന്റ് കുറെ കാലമായി അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത് ഇടതുപക്ഷമുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്നാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കേട്ട് ചിരിച്ചതാണ്. ഇപ്പൊ ചെറിയ കുട്ടികൾ പോലും അത് കേൾക്കുമ്പോൾ ചിരിക്കും. ഈ പിണറായി വിജയന്റെ പാർട്ടി ഉണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളു പോലും. പിണറായി വിജയൻ, നിങ്ങളുടെ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണയുമുണ്ടോ? ഇന്ത്യ മഹാരാജ്യത്ത് എന്താണ് നിങ്ങളുടെ പാർട്ടിയുടെ അവസ്ഥ? അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്ന ഗവൺമെന്റാണ്. ഇന്ന് സർവ്വ ജനങ്ങളും പിണറായി ഗവൺമെന്റിനെ ശപിക്കുകയാണ്, പിണറായി വിജയനെ ശപിക്കുകയാണ്. ഇവിടുത്തെ അമ്മമാർക്ക് പെൻഷൻ കിട്ടുന്നില്ല, ഇവിടുത്തെ സാധാരണക്കാർക്ക് അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഒന്നും കിട്ടുന്നില്ല. ഇവിടുത്തെ യുവാക്കൾ മുഴുവൻ തെരുവിലാണ്, റോഡിൽ മുട്ടിലിഴഞ്ഞ് സമരം ചെയ്യുന്ന കാഴ്ച എത്ര ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടു.
ഇവിടുത്തെ PSC എന്ന് പറയുന്ന സംവിധാനത്തെ മുഴുവൻ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് പരിഹാസ്യമാക്കി നിർത്തിയിട്ടുള്ള ഒരു കാഴ്ച ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പരീക്ഷ നടന്നു. ആനപ്പാപ്പാന്മാർക്ക് വേണ്ടിയിട്ടുള്ള PSC എക്സാമാണ്. ആ എക്സാമിന്റെ ചോദ്യ പേപ്പർ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ പുറത്തുവിട്ടു. അതിൽ ആനയെ കുറിച്ച് ഒന്നുമില്ല. ലസാഗുവിന്റെ കണക്ക് ചോദിച്ചിട്ടുണ്ട്, ഉസാഗ ചോദിച്ചിട്ടുണ്ട്, ചന്ദ്രയാനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, എല്ലാം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആ പാപ്പാന്മാരോട് PSC ആനയെ കുറിച്ച് മാത്രം ഒന്നും ചോദിച്ചിട്ടില്ല. എന്താണ് PSCയുടെ അവസ്ഥ? ഈ PSCയുടെ ആസ്ഥാനത്ത് പോലും പിണറായി വിജയൻ നിങ്ങൾ താൽക്കാലികക്കാരെ തിരികെ കയറ്റിയിട്ടില്ലേ? ഇവിടുത്തെ യുവാക്കളുടെ മുഴുവൻ പ്രതീക്ഷകളെയും നിങ്ങൾ തല്ലിക്കെടുത്തുകയല്ലേ? ഇവിടെയുള്ള എത്രയ പതിനായിരക്കണക്കിന് ഒഴിവുകൾ നിങ്ങൾ ഇതുവരെ നികത്തിയോ? നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ആളുകൾക്ക് ജോലി കൊടുത്തോ? ഇവിടെ CPO ഉദ്യോഗാർത്ഥികൾ ഏറ്റവും ഒടുവിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയം വരെ അത് തെരുവിലായിരുന്നില്ലേ? 10,000-കണക്കിന് ചെറുപ്പക്കാരാണ് പോലീസ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഈ തെരുവിൽ ഒരു വെയിലത്ത് കിടന്ന് രാത്രിയെന്നോ പകലെന്നോ ഉച്ചയെന്നോ വ്യത്യാസമില്ലാതെ സമരം ചെയ്തത്. ഈ യുവാക്കളുടെ മുഴുവൻ സ്വപ്നങ്ങളെയും നിങ്ങൾ തല്ലിക്കെടുത്തുകയാണ്. യുവജന വഞ്ചനയാണ് സംസ്ഥാന സർക്കാരിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. എത്രയെത്ര കൊലപാതകങ്ങളാണ് പിണറായി വിജയൻ നിങ്ങളുടെ കാലത്ത് നടന്നിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ സിദ്ധാർത്ഥിനെ പൂക്കാട് വെറ്ററിനറി കോളേജിൽ വെച്ച് പച്ചവെള്ളം പോലും കൊടുക്കാതെ, ഒരു ഭക്ഷണം പോലും കൊടുക്കാതെ ആൾക്കൂട്ടം വിചാരണ ചെയ്ത് കൊന്നപ്പോ പിണറായി വിജയൻ നിങ്ങൾ ഒരക്ഷരം ഉരിയാടിയോ? നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ? നിങ്ങളുടെ കുട്ടി സഖാക്കന്മാരല്ലേ ആ പാവത്തിനെ ഇഞ്ചിഞ്ചായിട്ട് കൊന്നത്? ആ പയ്യന്റെ ശരീരത്തിൽ മർദ്ദനമേക്കാത്ത ഒരു ഇഞ്ച് സ്ഥലം ബാക്കിയുണ്ടായിരുന്നു. നിങ്ങളുടെ പോലീസുകാർ എഴുതി അത് സ്വാഭാവിക മരണമായിരുന്നു എന്ന്. ഇത്തരത്തിലുള്ള എത്ര ആൾക്കൂട്ട കൊലപാതകങ്ങൾ പിണറായി വിജയൻ നിങ്ങൾ ഈ ഭരിക്കുന്ന 8 കൊല്ലം കൊണ്ട് ഈ കേരളം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ അമ്മമാരുടെ ശാപമുണ്ട് നിങ്ങളുടെ മേൽ. ഈ നാട്ടിലെ സാധാരണക്കാർ ശപിക്കുകയാണ്. ഈ തിരുവനന്തപുരത്തിന്റെ അവസ്ഥ, ഒരു മഴ പെയ്യുമ്പോഴേക്ക് ഈ തിരുവനന്തപുരത്തിന്റെ അവസ്ഥ എന്താ? ഇത് ഭരണസിരാ കേന്ദ്രമല്ലേ? ഏതെങ്കിലും ഒരു റോഡ് തിരുവനന്തപുരത്ത് പൊട്ടിപ്പൊളിയാത്ത റോഡ് നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ? എല്ലാ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. ഒരു തരത്തിലുള്ള ആസൂത്രണവും ഈ നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ഒരു ആളുണ്ടല്ലോ, ഒരു മേയറൂട്ടി, എന്താ ചെയ്യുന്നത്? എന്താണ് ധിക്കാരം? പിണറായി വിജയൻ നിങ്ങളുടെ താങ്ങിലും തണലിലുമാണ് ഇവർ കേരളത്തെ മുഴുവൻ ജനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള നിലവാരം കാണിച്ചു നടക്കുന്നത്. കേരളത്തിലെ ജനങ്ങളൊന്ന് തീരുമാനിക്കും. ഈ കാണിക്കുന്ന നിലവാരമുണ്ടല്ലോ, ഈ നകളിപ്പുണ്ടല്ലോ, കേരളത്തിലെ ജനങ്ങളൊന്ന് തീരുമാനിച്ചോ തെരുവിലിറങ്ങിയാൽ തീരുന്ന നകളിപ്പേ ഉള്ളൂ പിണറായി വിജയ ഈ നകളത്തിന് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. എന്തൊക്കെയാ? റോഡിൽ ബസ് തടയുന്നു, എന്നിട്ടോ എല്ലാ ധിക്കാരവും കാണിക്കുന്നു. ഈ ഭരണത്തിന്റെ ഹുങ്കിൽ എന്തൊക്കെയാണ് കുട്ടി സഖാക്കന്മാരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴിതാ കണ്ണൂരിൽ CPM കൊലയാളികൾക്ക് വേണ്ടി, ബോംബുണ്ടാക്കിയവർക്ക് വേണ്ടി സ്മാരകം പണിയുകയാണ്. എന്തൊരു നെടികെട്ട പാർട്ടിയാണോ നിങ്ങളുടെ പാർട്ടി? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും ഇവിടുത്തെ എല്ലാ സമരങ്ങളും ഒരു വട്ടമേശക്ക് ചുറ്റുമിരുന്ന് ഒത്തുതീർപ്പാക്കിയ വാർത്തകളാണ് ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞത്? സോളാർ സമരം, അത് ഞങ്ങൾ വലിയ രീതിയിൽ ലക്ഷക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിന് സ്തബ്ധമാക്കുന്ന സമരമായിരിക്കുമെന്നല്ലേ പറഞ്ഞത്? കുട്ടി സഖാക്കന്മാരൊക്കെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ അമ്മയോട് പറഞ്ഞത് ഒരുപക്ഷെ വെടിവെപ്പുണ്ടാകും, ഞങ്ങൾ തിരിച്ചു വന്നു എന്ന് വരില്ല എന്ന് പറഞ്ഞ് ചുവന്ന മാലയൊക്കെ ഇട്ടിട്ടാണ് കണ്ണൂരിൽ നിന്നൊക്കെ പല സഖാക്കന്മാരും ആ സമരത്തിന് വന്നത്. ഈ തിരുവനന്തപുരം നഗരത്തെ മുഴുവൻ നിങ്ങൾ ഒന്നും രണ്ടും ചെയ്ത് മാറ്റിച്ചു എന്നല്ലാതെ ആ സമരം കൊണ്ട് എന്താ ഉണ്ടായത്? ആ സമരം നിങ്ങൾ ഒത്തുതീർപ്പാക്കി. അതിന്റെ വാർത്തകളല്ലേ പുറത്തു വരുന്നത്? ഞങ്ങൾ അന്നേ പറഞ്ഞു, BJP അന്നേ പറഞ്ഞു, ഇതാ ഇത് കോൺഗ്രസുകാരനും CPM-കാരനും ഈ സമരം ഒത്തുതീർപ്പാക്കിയിരിക്കുകയാണ്. സോളാർ സമരത്തെ ഒത്തുതീർപ്പാക്കിയ നാണം കെട്ട ആളുകൾ അല്ലേ? കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ മുഖം കൃത്യമായിട്ട് തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പിണറായി വിജയൻ പറഞ്ഞത് മതേതരത്വത്തിന്റെ അപ്പോസ്തലനായിട്ടാണ് പിണറായി അവതരിപ്പിച്ചത്. പിണറായിയെ മാധ്യമങ്ങൾ അവതരിപ്പിച്ചത്. നമ്മൾ വടകരയിൽ കണ്ടതെന്താ? ഈ നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാനും വടകരയിലെ സ്ഥാനാർത്ഥിയാണ്. വടകരയിൽ ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത വർഗീയ പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത പാർട്ടി, ആ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത്. എന്തൊക്കെയാണ് നിങ്ങൾ പ്രചരിപ്പിച്ചത്?
അല്ലേ? അപ്പോ ഈ നെറികെട്ട രാഷ്ട്രീയം ഇത് കേരളത്തിന് മടുത്തിരിക്കുകയാണ്. പിണറായി വിജയൻ, ഈ കേരളത്തിൽ രൂക്ഷമായ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ നിങ്ങൾ എന്താണ് വിദേശയാത്ര നടത്തിയത്? നിങ്ങൾ വിദേശത്ത് പോയപ്പോ ഞങ്ങൾ എതിരൊന്നും നിൽക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ എവിടെയാണ് പോകുന്നത്? ഔദ്യോഗിക കാര്യങ്ങൾക്കാണോ അല്ലെങ്കിൽ കുടുംബ കാര്യങ്ങൾക്കാണോ? ഇതൊക്കെ അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമില്ലേ? നിങ്ങൾ ജനങ്ങളോട് പറയണ്ടേ? നിങ്ങൾ എന്തിനാണ് വിദേശയാത്രകൾ അടക്കടി നടത്തുമ്പോ രഹസ്യമായി ഏർപ്പാടുകൾ നടത്തുന്നത്? കേരളത്തിലെ ജനങ്ങൾക്ക് സംശയമുണ്ട്. നിങ്ങളുടെ വിദേശയാത്രകളെ കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇവിടെ സ്വർണ്ണ കള്ളക്കടത്തിനും ഡോളർ കടത്തിനും എല്ലാം നേതൃത്വം കൊടുത്തത് നിങ്ങളായിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. നിങ്ങൾ അന്വേഷണ വിധേയരാണല്ലോ. ഇപ്പോഴും അന്വേഷണം നടക്കുകയാണല്ലോ. നിങ്ങൾക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ വിദേശയാത്രകൾ സംശയത്തോടു കൂടി തന്നെയേ ഞങ്ങൾക്ക് നോക്കിക്കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, പിണറായി വിജയൻ, നിങ്ങൾ 8 വർഷം പൂർത്തിയാക്കി. ഇനി ഇതാ 9ാം വർഷത്തിലേക്ക് കടക്കുമ്പോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ പാർട്ടി ഒന്നുമല്ലാതാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോ ഇടതുപക്ഷം ഉണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നുള്ള നിങ്ങളുടെ മുദ്രാവാക്യമുണ്ടല്ലോ, ആ ഇടതുപക്ഷത്തിനെ ഓടിയിട്ട് നോക്കിയാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്താൻ വേണ്ടി പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ. നിങ്ങൾ കേരളത്തിന്റെ ചരിത്ര താളുകളിൽ നിങ്ങൾ എഴുതി ചേർക്കാൻ പോകുന്നത്, നിങ്ങളുടെ പേരെഴുതി ചേർക്കാൻ പോകുന്നത് ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ഈ പിണറായി വിജയൻ എന്നാണ് എഴുതി ചേർക്കാൻ പോകുന്നത്. ഇവിടെ ഈ സമരത്തിൽ സമാധാനപരമായിട്ട് പന്തൊക്കെ കത്തിച്ച് ഈ ബാരിക്കേഡൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങ് നിൽക്കുകയാണെന്നാണോ പിണറായി വിജയൻ നിങ്ങൾ കരുതിയിരിക്കുന്നത്? ഞങ്ങളൊന്ന് പറഞ്ഞിരുന്നു, ക്ലിഫ് ഹൗസിൽ നിങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് ഓരോ വീട്ടിലും കയറി അവന്റെ അടുക്കളയിൽ വരെ കേരളയിലെ കുറ്റികൾ അടിച്ചപ്പോ യുവമോർച്ച പറഞ്ഞു, പിണറായി വിജയൻ ഈ രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ ക്ലിഫ് ഹൗസ് ഉണ്ടല്ലോ, ആയിരക്കണക്കിന് പോലീസുകാരെയൊക്കെ നിങ്ങൾ നിരത്തി നിർത്തിയിരിക്കുന്ന ഈ ക്ലിഫ് ഹൗസ്, ഇവിടെ എല്ലാ ഭാഗത്തും ഓരോ ഇഞ്ചും CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ആ ക്ലിഫ് ഹൗസിനകത്ത് ഞങ്ങള് മഞ്ഞ കുറ്റിയടിക്കുമെന്ന് യുവമോർച്ച പറഞ്ഞപ്പോ സഖാക്കന്മാരൊക്കെ ചിരിച്ചു. പ്രിയപ്പെട്ടവരെ, 3 ദിവസമേ നമുക്ക് വേണ്ടി വന്നുള്ളൂ. ഈ ക്ലിഫ് ഹൗസിനുള്ളിൽ കയറി ഈ ക്യാമറകളെല്ലാം മിഴി തുറന്നു നിൽക്കുമ്പോ ചുണക്കുട്ടികൾ ഈ പിണറായി വിജയന്റെ നെഞ്ചത്ത് മഞ്ഞ കുറ്റിയടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അതറിയാലോ. അധികം മാസമൊന്നും ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് പിണറായി വിജയൻ, നിങ്ങളെ എംബോക്കിത്തരവുമായിട്ട് താന്തോന്നിത്തവുമായിട്ട് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ പറയുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, ഈ ബാരിക്കേഡൊന്നും നോക്കില്ല, അങ്ങുള്ളിൽ കയറി വരും. അത് പിണറായി വിജയ, നിങ്ങൾ മടിക്കണ്ട എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഈ സർക്കാർ ജനങ്ങളുടെ ശാപം മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ആ സർക്കാരിനെതിരായി ശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങൾ നമ്മൾ സംഘടിപ്പിക്കും. ഇന്ന് ഒരു കാര്യം കൂടി ഉണ്ടായി. BJPയെ എല്ലാവരും കുറ്റം പറയുന്നത് ഒരു കൊടകരയുടെ പേരില്ല. പിണറായി വിജയനൊക്കെ വലിയ വായിൽ ആ കൊടകരയുടെ പേരിൽ നമ്മൾ ഏറെ ക്രൂശിച്ചിട്ടുണ്ട്. പിണറായി വിജയ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാ, ഒരു ഉത്തരവിട്ടിരിക്കുകയാ. എന്താണെന്നറിയോ? കൊടകര കേസിൽ അന്വേഷിക്കണം, ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ അതിൽ പ്രതി ചേർക്കണം, ഈടി അന്വേഷണം വേണമെന്നൊക്കെ പറഞ്ഞ് ഒരു ആം ആദ്മിയുടെ വിദ്വാനുണ്ട്. ഈ ആം ആദ്മി പാർട്ടി നല്ല രസമുള്ള ഒരു പാർട്ടിയാണ്. ഇപ്പോ അഴിമതിക്കെതിരെ സമരം ചെയ്ത പാർട്ടിയാണ്, കുടുംബാധിപത്യത്തിനെതിരെ സമരം ചെയ്ത പാർട്ടിയാണ്. ആ ആം ആദ്മിയുടെ ആളാണ് ജയിലിൽ കിടന്നത്, അല്ലേ? കുടുംബാധിപത്യത്തിനെതിരെ പറഞ്ഞ ആം ആദ്മിയുടെ കേജ്രിവാള് അദ്ദേഹം ജയിലിൽ പോയപ്പോ എല്ലാ കാര്യങ്ങളും ഓർപ്പിച്ചിരിക്കുന്നത് സ്വന്തം ഭാര്യയാണ്. ആ പാർട്ടിയുടെ നേതാവാണ് കേരളത്തില് BJPക്കെതിരെ കേസ് കൊടുത്തത്. ആ കേസ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, BJPയുടെ സംസ്ഥാന അധ്യക്ഷനെതിരെ BJPക്കെതിരെ കൊടുത്ത ആ പരാതി അന്വേഷിക്കേണ്ട കാര്യം പോലും ഇല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. പിണറായി വിജയ, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. കേജ്രിവാൾ എങ്ങനെയാണോ ജയിലിൽ കിടന്നത്, ഇനിയുള്ള നാളുകൾ പിണറായി വിജയൻ
നിങ്ങൾ ആർത്തുല്ലസിച്ച് ലോകം മുഴുവൻ നടന്ന് കണ്ട് കുടുംബസമേതം ആർത്തുല്ലസിച്ച് വന്നിട്ടുണ്ടല്ലോ. ഇനി നിങ്ങളുടെ നാളുകൾ അത് ഈ സെൻട്രൽ ജയിലിൽ കിടക്കാനുള്ള നാളുകളാണ് എന്ന് പിണറായി വിജയൻ നിങ്ങൾ കുറിച്ചു വെച്ചോ എന്ന് സൂചിപ്പിക്കാൻ യുവമോർച്ച ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സർക്കാരിന്റെ നെറികേടുകൾക്കെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടവുമായി യുവമോർച്ച ഉണ്ടാകും. ഇവിടുത്തെ എല്ലാ സമരങ്ങളും ഇവിടുത്തെ കോൺഗ്രസും CPM-ഉം ഒത്തുതീർപ്പ് നടത്തുമ്പോ ഇവിടെ നേരിന്റെ പാതയിൽ ഒത്തുതീർപ്പില്ലാത്ത പ്രതിഷേധവുമായിട്ട് ഞങ്ങളുണ്ടാകും, യുവമോർച്ചയുണ്ടാകും എന്നൊരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. ജയ് ജയ് യുവമോർച്ച, ജയ് ജയ് യുവമോർച്ച, ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ. പ്രതിഷേധം 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 യുവമോർച്ചയുടെ പ്രതിഷേധം യുവമോർച്ചയുടെ പ്രതിഷേധം. അനന്തപുരിയിലെ യുവശക്തി അനന്തപുരിയിലെ യുവശക്തി ഒറ്റക്കെട്ടായി പറയുന്നു, ഒറ്റക്കെട്ടായി പറയുന്നു. പിണറായി കൊള്ളക്കാര പിണറായി നിങ്ങൾക്കായി വരുന്നുണ്ട്, നിങ്ങൾക്കായി വരുന്നുണ്ട്. ഞങ്ങൾ യുവമോർച്ച വരുന്നു, ഞങ്ങൾ യുവമോർച്ച പ്രതിഷേധത്തിന്റെ അഗ്നി പടർത്തി, പ്രതിഷേധത്തിന്റെ അഗ്നി പടർത്തി. അനന്തപുരിയിലെ യുവമോർച്ച അനന്തപുരിയിലെ യുവമോർച്ച ഒറ്റക്കെട്ടായി പറയുന്നു, ഒറ്റക്കെട്ടായി പറയുന്നു. പോരാട്ടം 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 പോരാട്ടം. നീതിക്കായി പോരാട്, നീതിക്കായി പോരാട്, നീതിക്കായി പോരാട്, നീതിക്കായി പോരാട്. ഇവിടെ തുലയട്ടെ, തുലയട്ടെ, ഇവിടെ തുലയട്ടെ. അഴിമതി ഭരണം തുലയട്ടെ, അഴിമതി ഭരണം തുലയട്ടെ. ജനാധിപത്യം പുലരട്ടെ, ജനാധിപത്യം പുലരട്ടെ, ജനാധിപത്യം പുലരട്ടെ, ജനാധിപത്യം പുലരട്ടെ. ജയ് ജയ് യുവമോർച്ച, ജയ് ജയ് യുവമോർച്ച. പിണറായി ആറ്റുകള്ള പിണറായി കൊള്ളക്കാരുടെ നേതാവേ, കൊള്ളക്കാരുടെ നേതാവേ. നിങ്ങൾക്കെതിരെ പ്രതിഷേധം, നിങ്ങൾക്കെതിരെ പ്രതിഷേധം. യുവമോർച്ചയുടെ പ്രതിഷേധം, യുവമോർച്ചയുടെ പ്രതിഷേധം. ജയ് ജയ് യുവമോർച്ച, ജയ് ജയ് യുവമോർച്ച. സൂചനയാണ് 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 സൂചനയാണ്. നീതിക്കായി പോരാടാം, നീതിക്കായി പോരാടാം. ആർത്തിരമ്പി വരും ഞങ്ങൾ, ആർത്തിരമ്പി വരും ഞങ്ങൾ, ആർത്തിരമ്പി വരും ഞങ്ങൾ, ആർത്തിരമ്പി വരും ഞങ്ങൾ. യുവമോർച്ചയ പറയുന്നേ, യുവമോർച്ചയ പറയുന്നേ. മര്യാദയ്ക്ക് മര്യാദയ്ക്ക് ഭരിച്ചോളൂ, മര്യാദയ്ക്ക് 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 ഭരിച്ചോളൂ, ഭരിച്ചോളൂ, മര്യാദയ്ക്ക് ഭരിച്ചോളൂ. യുവമോർച്ചയ പറയുന്നേ, യുവമോർച്ചയ പറയുന്നേ. ഭരിച്ചോളൂ, ഭരിച്ചോളൂ. കൊള്ളക്കാരുടെ നേതാവേ, കൊള്ളക്കാരുടെ നേതാവേ, കൊള്ളക്കാരുടെ നേതാവേ, കൊള്ളക്കാരുടെ നേതാവേ. മലയാളി പിണറായി, മലയാളി പിണറായി. നിന്നോടായി പറയുന്നു, നിന്നോടായി പറയുന്നു, നിന്നോടായി പറയുന്നു, നിന്നോടായി പറയുന്നു. പറയുന്നേ, യുവമോർച്ചയ പറയുന്നേ. പോരാട്ടത്തിനിറങ്ങുന്നേ, പോരാട്ടത്തിനിറങ്ങുന്നേ. ജയ് ജയ് യുവമോർച്ച, ജയ്